ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 28. അയുക്ത പ്രാകൃത സ്തബ്ധ ഷഠോ നൈഷ്കൃതികോലസഃ വിഷാദീ ദീർഘസൂത്രീ ച കർത്താ താമസ ഉച്യതേ. വിവർത്തനം. എപ്പോഴും ശാസ്ത്രനിഷിദ്ധങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനും ഭൗതികവാദിയും ദുർവാശിക്കാരനും ചതിയനും മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ സമർത്ഥനും അലസനും ദുഃഖിതനും കർത്തവ്യം നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നവനുമായ ഒരാളെ താമസനെന്ന് പറയുന്നു. ഭാവാർത്ഥം: ഏതെല്ലാം കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്നും ഏതെല്ലാമാണ് ചെയ്യരുതാത്തതെന്നും ശാസ്ത്രഗ്രന്ഥങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവയെ അവഗണിക്കുന്നവരാണ് അരുതാത്ത കർമ്മങ്ങൾ ചെയ്യുന്നത്. സാധാരണയായി അക്കൂട്ടർ ഭൗതികതാവാദികളായിരിക്കും. പ്രകൃതി ഗുണങ്ങൾക്ക് അനുസരിച്ചാണ്, പ്രമാണഗ്രന്ഥങ്ങളിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് സൗമ്യത കുറയും. പൊതുവെ കൗശലക്കാരും പരദൂഷണത്തിൽ സമർത്ഥരുമായിരിക്കും. അലസരാണവർ. തങ്ങളുടെ കർത്തവ്യം വേണ്ടും വിധം നിറവേറ്റുകയില്ലെന്നല്ല, പിന്നേക്ക് നീട്ടിവെക്കുകയും ചെയ്യും. അവർ പൊതുവെ വിഷണ്ണരായി കാണപ്പെടുന്നു. 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാവുന്ന പ്രവൃത്തി അവർ കൊല്ലങ്ങളോളം നീട്ടിക്കൊണ്ടുപോകും. ഇക്കൂട്ടരാണ് താമസർ. ശ്ലോകം 29. ബുദ്ധിർഭേദം ധൃതേശ്ചൈവ ഗുണതസ്ത്രിവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ. വിവർത്തനം. ഹേ ധനഞ്ജയ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുസരിച്ച് പലതരത്തിലുള്ള ദൃഢനിശ്ചയങ്ങളും അറിവുകളുമുണ്ട്. ഇവയെക്കുറിച്ച് ഇനി വിവരിച്ചു തരാം, കേട്ടോളൂ. ഭാവാർത്ഥം: ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനി എന്നിവ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 വിധത്തിൽ വിഭജിക്കപ്പെടുന്നതെങ്ങനെയെന്ന് വിവരിച്ച ശേഷം കർത്താവിൻ്റെ ബുദ്ധിയെയും നിശ്ചയദാർഢ്യത്തെയും അഥവാ ധൃതിക്കും ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ വിഭജിക്കാമെന്ന് ഭഗവാൻ വിശദീകരിക്കുന്നു. ശ്ലോകം 30. പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാ വേത്തി ബുദ്ധി സാ പാർത്ഥ സാത്വികി. വിവർത്തനം. കുന്തിപുത്ര, ചെയ്യേണ്ടുന്നതും ചെയ്തുകൂടാത്തതുമെന്ത്? ഭയപ്പെടേണ്ടതും ഭയപ്പെടേണ്ടാത്തതുമെന്ത്? ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാവുന്നതെന്ത് എന്നെല്ലാം അറിയുന്നതാണ് സാത്വികമായ ബുദ്ധി. ഭാവാർത്ഥം: ശാസ്ത്ര നിർദ്ദേശങ്ങളനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതിനെ അഥവാ അനുഷ്ഠാനാർഹങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നതിനെയാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. അവയ്ക്ക് വിരുദ്ധങ്ങളായവ ചെയ്തുകൂടാ. ശാസ്ത്രങ്ങളുടെ മാർഗനിർദ്ദേശം അറിഞ്ഞുകൂടാത്തവർ കർമ്മ പ്രതികർമ്മങ്ങളുടെ ശൃംഖലയിൽ കുടുങ്ങിപ്പോകും. അങ്ങനെ ബുദ്ധി കൊണ്ട് വിവേചനം ചെയ്യുന്ന അറിവ് സാത്വികമാകുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.